ഇറാനുമായുള്ള സംഘർഷം തുടരുന്നതിനിടെ ഖത്തറിലെയും ബഹ്റൈനിലെയും സൈനിക താവളങ്ങളിൽ നിന്ന് അമേരിക്കൻ സൈനികരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി തുടങ്ങി. ആക്രമണമുണ്ടായാൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ തിരിച്ചടി നൽകുമെന്ന ഇറാന്റെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി. ഇതോടെ ഗൾഫ് മേഖലയിൽ സംഘർഷം വർദ്ധിക്കുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ വീണ്ടും ഒരു യുദ്ധമുണ്ടായേക്കുമോ എന്ന ആശങ്ക കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ് മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക നടത്തുന്ന നീക്കങ്ങൾ. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക ക്യാമ്പായ ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളത്തിൽ നിന്നും സൈനികരെ പിൻവലിച്ചു തുടങ്ങിയതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ബഹ്റൈനിലെ അമേരിക്കൻ നാവിക താവളവും നിർണായകമാണ്. ഇവിടെ നിന്നും സൈന്യത്തെ പിൻവലിച്ചു തുടങ്ങിയിട്ടുണ്ട്. സൈനികരുടെ കുടുംബങ്ങളെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതായാണ് റിപ്പോർട്ട്. ഇറാനെതിരെ അമേരിക്കൻ ആക്രമണമുണ്ടായാൽ ആദ്യ തിരിച്ചടിക്ക് സാധ്യതയുള്ള കേന്ദ്രങ്ങളാണ് ഇവ രണ്ടും. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിടുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. മുൻപ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയാണ് അമേരിക്കയുടെ നീക്കങ്ങൾ. ഖത്തറിനും ബഹ്റൈനുമൊപ്പം മിഡിൽ ഈസ്റ്റിലെ മറ്റ് സൈനിക താവളങ്ങളിലും അമേരിക്ക ജാഗ്രത പാലിക്കുന്നുണ്ട്. സൗദി അറേബ്യ, UAE, സിറിയ, ഇറാഖ്, ജോർദാൻ എന്നിവിടങ്ങളിലും അമേരിക്കൻ സൈനിക താവളങ്ങൾ സജീവമാണ്. US നടത്തുന്ന പുതിയ നീക്കങ്ങൾ ഇറാനെതിരായ അമേരിക്കൻ ആക്രമണ സാധ്യത വർദ്ധിക്കുന്നുവെന്ന ആശങ്ക ഇതോടെ ശക്തിപ്പെടുകയാണ്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.